എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് അഷ്ടമുടിയിൽ നിന്ന് കൊല്ലം വരെ കേരള സർക്കാരിൻ്റെ SWTDയുടെ വളരെ ചെലവ് ചുരുക്കിയുള്ള വെറും 25 രൂപയ്ക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന ഒരു ബോട്ട് യാത്രയാണ്. ഈ ബോട്ട് യാത്രയിൽ പോകുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ കാണാൻ പറ്റും, ഈ ഒരു ബോട്ട് യാത്രയ്ക്കായിട്ട് അഷ്ടമുടിയിലേക്ക് എങ്ങനെ ബസ്സിൽ പോകാമെന്നുള്ളതും അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ കാണാൻ പറ്റും. കൊല്ലത്തെ KSRTC ബസ് സ്റ്റാൻഡ് അടുത്തായിട്ടുള്ള കൊല്ലം പ്രൈവറ്റ് ബസ് സ്റ്റോപ്പാണ്. അതായത് കരുനാഗപ്പള്ളി ചവറ ഭാഗത്തേക്കൊക്കെ ബസ് കയറാൻ നിൽക്കുന്ന ബസ് സ്റ്റോപ്പാണ് ഈ കാണുന്നത്. ഇവിടുന്ന് അഷ്ടമുടിയിലേക്ക് ബസ്സിലാണ് പോകേണ്ടത്. കൊല്ലം ബസ് സ്റ്റോപ്പിൽ നിന്നും വൈകുന്നേരം 5 മണി ആ ഒരു ടൈമിലാണ് ബസ് വരുന്നത്. 5 മണിക്കുള്ള ബസ്സിൽ കയറി കഴിഞ്ഞാൽ 5:50 അഷ്ടമുടിയുടെ ലാസ്റ്റ് ബസ് സ്റ്റോപ്പ്, അതായത് അഷ്ടമുടി ബോർഡ് വെച്ച ബസ്സിൻ്റെ ലാസ്റ്റ് ബസ് സ്റ്റോപ്പിൽ ചെന്ന് ഇറങ്ങാൻ പറ്റും. 5:50 അഷ്ടമുടിയിൽ ബസ് എത്തുമ്പോൾ 5:55 6 മണിക്കും ഇടയ്ക്കാണ് നമുക്ക് കൊല്ലത്തേക്ക് പോകാനുള്ള ബോട്ട് അഷ്ടമുടിയിൽ വരുന്നത്. ഇപ്പം നമ്മൾ ഈ കാണുന്ന 5 മണിക്കുള്ള ബസ് അല്ലാതെ അതിന് മുമ്പ് കൊല്ലത്തുനിന്ന് 4:30 കഴിയുമ്പോഴാണ് ബസ്സുള്ളതെന്നാണ് ഞാൻ തിരക്കി പറയാൻ പറ്റുന്നത്. നേരത്തെ തന്നെ അഷ്ടമുടി ആ ഒരു ബോട്ട് കെട്ടി എടുത്ത് നിന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാനായിട്ട് കുറച്ച് നേരത്തെ പോകണമെന്നുണ്ടെങ്കിൽ 4:30 ബസ്സിൽ കയറി അഷ്ടമുടി പോകാൻ പറ്റും. അഷ്ടമുടി ബോട്ട് ചട്ടിയും ബസ് സ്റ്റോപ്പും ഒരേ സ്ഥലത്ത് തന്നെയാണ്. ബസ് ഇറക്കുന്ന ഒരു ബസ് സ്റ്റോപ്പിൻ്റെ അതേ സ്ഥലത്ത് തന്നെ, കൂടുതൽ ദൂരമൊന്നുമില്ല. അവിടെ തന്നെ നമുക്ക് ബോട്ട് ചട്ടിയും കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ ഒരു ബസ്സിൽ പോയി വളരെ എളുപ്പത്തിൽ, ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ബോട്ട് സർവീസിൽ കയറി യാത്ര ചെയ്ത് പോകാൻ പറ്റും. ഈ ഒരു കൊല്ലം അഷ്ടമുടി ബോട്ട് സർവീസ് എന്ന് പറയുന്നത് കൊല്ലം ബോട്ട് ചട്ടിയിൽ നിന്ന് രാവിലെ 5 മണിക്കാണ് പെരുമണിലേക്ക് ഈ ബോട്ട് പോകുന്നത്. പിന്നീട് വൈകുന്നേരം 5:55 6 മണിക്കും ഇടയ്ക്കാണ് തിരിച്ച് കൊല്ലത്തേക്ക് പോകുന്നത്. ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന ബോട്ട് യാത്ര വൈകുന്നേരം 5:55 ശേഷം അഷ്ടമുടിയിൽ നിന്ന് കൊല്ലത്തേക്കുള്ള ഒരു ട്രിപ്പാണ്. അത് 7:30 കഴിയുമ്പോഴത്തേക്കും കൊല്ലം ബോട്ട് കെട്ടിയിലെത്തും. തിരിച്ച് കൊല്ലത്ത് ബോട്ട് കെട്ടിയിൽ നിന്ന് അഷ്ടമുടിയിലേക്കുള്ള ബോട്ട് പിറ്റേ ദിവസം രാവിലെ മാത്രമേ ഉള്ളൂ. സ്വന്തം വാഹനങ്ങൾ വരുന്നവർ കാറിലോ ബൈക്കിലോ ആയ പോലും കൊല്ലത്ത് വണ്ടി വെച്ചിട്ട് അവിടുന്ന് അഷ്ടമുടി ബസ്സിൽ വന്നിട്ട് ബോട്ട് യാത്ര പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇപ്പോഴീ പറഞ്ഞ കാര്യങ്ങളെ പറ്റി എന്തെങ്കിലും കാര്യങ്ങൾ കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതി. ഈ കാണുന്നത് വീരഭദ്ര നടയാണ്. കൊല്ലത്തുനിന്ന് ഹൈസ്കൂൾ ജംഗ്ഷൻ കടവൂര് അഞ്ചാലുമൂട് വഴിയാണ് ഈ ഒരു അഷ്ടമുടിയിലേക്ക് ബസ് പോകുന്നത്. അഷ്ടമുടിയുടെ ലാസ്റ്റ് ബസ് സ്റ്റോപ്പാണ് ഈ കാണുന്നത്. കറക്റ്റ് 5:50 കൊല്ലത്തുനിന്ന് 5 മണിക്ക് എടുത്ത ബസ് കറക്റ്റ് 5:50 അഷ്ടമുടിയിൽ എത്തിയിട്ടുണ്ട്. കൊല്ലം അഷ്ടമുടി, ഇതാണ് വണ്ടിയുടെ ബോർഡ്. ശ്രീകൃഷ്ണ എന്ന ബസ്സിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഈ ഒരു ബസ് സ്റ്റോപ്പും ആ ഒരു വള്ളക്കടവും, അതായത് അഷ്ടമുടി ബോട്ട് കെട്ടിയും ഒരേ സ്ഥലത്ത് തന്നെയാണ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ തന്നെ നമുക്കൊരു ബോർഡ് കാണാൻ പറ്റും, അഷ്ടമുടി വള്ളക്കടവ് എന്ന് പറഞ്ഞിട്ടൊരു ബോർഡ് കാണാൻ പറ്റും. ഈ ഒരു അഷ്ടമുടി കായലിൻ്റെ മിക്കവാറും എല്ലാ വള്ളക്കടവുകളിലും ഇതേപോലൊരു ബോർഡ് കാണാൻ പറ്റും. ആ ഒരു സ്ഥലത്തിൻ്റെ പേരൊക്കെ എഴുതിയിട്ടുള്ള ബോർഡ് കാണാൻ പറ്റും. അത് മാത്രമല്ല ഇവിടെ CCTV ക്യാമറയും കാണും. അഷ്ടമുടി വള്ളക്കടവിലെ വെയിറ്റിംഗ് ഷെഡാണിത്. അഷ്ടമുടി വള്ളക്കടവ് ബോട്ട് കെട്ടിയാണ് ഈ കാണുന്നത്. ഇവിടെ നിന്നാണ് നമ്മൾ ബോട്ടിൽ കയറിയിട്ട് കൊല്ലത്തേക്ക് പോകാൻ പോകുന്നത്. ഈ കാണുന്ന ബോട്ടിലാണ് നമ്മൾ അഷ്ടമുടിയിൽ നിന്ന് കൊല്ലത്തേക്ക് പോകാൻ പോകുന്നത്. ഇതിപ്പോൾ അക്കരെ പോയിട്ട് തിരിച്ചു വരണം, അന്നേരമാണ് നമ്മളതിൽ കയറുന്നത്. ഇപ്പോഴാ ഒരു ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുന്ന പാലമാണ് പണ്ട് പെരുമൺ ദുരന്തം നടന്ന പെരുമൺ പാലം. കേരളത്തെ നടുക്കിയ, കേരളത്തിലെ ഒരു വലിയ ട്രെയിൻ അപകടമായിരുന്നു, ഒരു ദുരന്തമായിരുന്നു ആ ഒരു പെരുമൺ ആ ഒരു ട്രെയിൻ അപകടം എന്ന് പറയുന്നത്. 1988 ജൂലൈ 8-ാം തീയതിയായിരുന്നു ആ ഒരു ട്രെയിൻ അപകടം, ആ ഒരു ദുരന്തം ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പം നമുക്ക് പോകാനുള്ള കൊല്ലത്തേക്കുള്ള അഷ്ടമുടി ബോട്ട് വരുന്നുണ്ട്. ഈ പോകുന്ന ബോട്ട് അഷ്ടമുടിയുടെ സ്പെഷ്യൽ ബോട്ട് സർവീസാണ്. സാധാരണ രാവിലെ മുതൽ വൈകുന്നേരം വരെയാണ് അഷ്ടമുടിയുടെ ബോട്ട് ട്രിപ്പ്. ഇതിപ്പോൾ വൈകുന്നേരം സായാഹ്ന യാത്ര എന്ന് പറഞ്ഞുകൊണ്ട് സ്പെഷ്യൽ ബോട്ട് ട്രിപ്പാണ് ഈ പോകുന്നത്. ഇപ്പോൾ കൊല്ലത്തേക്ക് പോകാനുള്ള അഷ്ടമുടി ബോട്ടാണ് ഈ വരുന്നത്. ഈ ബോട്ട് അഷ്ടമുടിയിൽ എത്തുന്ന സമയം 5:55 6 മണിക്കും ഇടയ്ക്കാണ്. കറക്റ്റ് ടൈമിന് വന്നു. 5:57 അഷ്ടമുടിയിൽ എത്തിയത്. ബോട്ടിൽ സേഫ്റ്റിക്കായിട്ടുള്ള സേഫ്റ്റി ജാക്കറ്റുകളൊക്കെ കാണാൻ പറ്റും. പിന്നെ ഇങ്ങനെയുള്ള ഗവൺമെൻറ് ബോട്ട് സർവീസിലൊക്കെ 4ഉം 5ഉം സ്റ്റാഫുകൾ കാണും. റാങ്ക്, ഡ്രൈവർ, അങ്ങനെ 4-5 പേരൊക്കെ സ്റ്റാഫുകളും കാണും.
അഷ്ടമുടിയിൽ നിന്ന് കൊല്ലം വരെയുള്ള ബോട്ട് യാത്രയുടെ ടിക്കറ്റ് ചാർജ് വരുന്നത് 25 രൂപയാണ്. 25 രൂപയ്ക്ക് നിങ്ങൾക്ക് ഏകദേശം 1.5 മണിക്കൂറോളം അഷ്ടമുടി കായലിലൂടെ യാത്ര ചെയ്യാൻ പറ്റും. അഷ്ടമുടി കായലിലൂടെ ബോട്ടിൽ യാത്ര ചെയ്ത് ഇങ്ങനൊരു സൺസെറ്റ് വ്യൂ, അതാണ് ഈ ഒരു യാത്രയിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള കാഴ്ച. ഇതുപോലൊരു യാത്രയ്ക്കായിട്ട് നമ്മൾ പ്രൈവറ്റ് ബോട്ട്, ഹൗസ് ബോട്ട് പോലുള്ള ബോട്ടൊക്കെ എടുത്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ ആയിരക്കണക്കിന് രൂപയാവും നമുക്ക് ചിലവാകുന്നത്. ഇതേത് സാധാരണക്കാർക്കും പോകാൻ പറ്റുന്ന ഒരു ടിക്കറ്റ് ചാർജിൽ വെറും 25 രൂപയ്ക്ക് നമുക്ക് ഇതേപോലുള്ള വ്യൂ കണ്ട് പോകാൻ പറ്റും. പിന്നെ ഈ ബോട്ട് സർവീസിൻ്റെ മറ്റൊരു പ്രത്യേകത, നൈറ്റിൽ രാത്രി സമയത്ത് നമുക്ക് ഈ ഒരു കായലിലൂടെ യാത്ര ചെയ്യാം. സാധാരണ ഒരു പ്രൈവറ്റ് ബോട്ടിലൊക്കെ നമ്മൾ പോകുകയാണെന്നുണ്ടെങ്കിൽ നൈറ്റ് ടൈമിൽ ബോട്ടുകൾക്കൊന്നും പെർമിഷൻ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ നമ്മൾ കാണാറില്ല രാത്രി സമയത്തൊക്കെ ബോട്ട് പോകുന്നതായിട്ട്. പക്ഷേ ഈ ബോട്ടിൽ യാത്രക്കാരെ കൊണ്ടുപോകുന്ന ഒരു ബോട്ടായതുകൊണ്ടും ഗവൺമെൻറ്റിൻ്റെ ബോട്ടായതുകൊണ്ടും രാത്രി സമയത്തും, അതായത് ഒരുപാട് രാത്രിയല്ല, സന്ധ്യ കഴിഞ്ഞൊരു 7:30 മണി വരെയൊക്കെ നമുക്കിതിൽ യാത്ര ചെയ്ത് പോകാൻ പറ്റും. ഇപ്പോഴീ ബോട്ട് അടുക്കാൻ പോകുന്ന സ്ഥലം പെരിങ്ങാലം എന്ന സ്ഥലമാണ്. കൊല്ലം ജില്ലയിൽ അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു സ്ഥലം തന്നെയാണ്. ചുറ്റിനും കായൽ, അതായത് ഒരു ദ്വീപ് പോലുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ ബോട്ട് യാത്ര മാത്രമാണ് ഇവിടെയുള്ള ആൾക്കാർക്ക് ഇങ്ങോട്ട് വരാനും പോകാനുള്ള സൗകര്യം. പിന്നെ ഇവിടെ അറിയപ്പെടുന്ന ഒരു സ്കൂളും പിന്നെ ഒരു പള്ളി, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു പെരുങ്ങാലത്ത് വന്നിട്ട് നമ്മുടെ ചാനൽ വീഡിയോ ചെയ്യുന്നുണ്ട്. ആ ഒരു വീഡിയോയിൽ ഇവിടുത്തെ സ്ഥലത്തെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതേപോലെ തന്നെയുള്ള കൊല്ലത്തുനിന്ന് മറ്റൊരു ബോട്ട് സർവീസ് ഉണ്ട്, കൊല്ലം പ്ലാവറ ബോട്ട് സർവീസ്. അത് കൊല്ലം ബോട്ട് ജെട്ടിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പ്ലാവറ എന്ന സ്ഥലത്ത് പോയിട്ട് തിരിച്ചു വരുന്ന ഒരു ബോട്ട് സർവീസാണ്. ഏകദേശം 1 മണിക്കൂറുണ്ട് ആ ഒരു ബോട്ട് യാത്ര. കൊല്ലത്തുനിന്ന് പ്ലാവറ പോയി വരുന്ന ആ ഒരു ബോട്ട് സർവീസിന് ടിക്കറ്റ് ചാർജ് വരുന്നത് 16 രൂപയാണ്. ഈ വീഡിയോയിൽ കാണുന്ന അഷ്ടമുടിയിൽ നിന്ന് കൊല്ലത്തേക്കുള്ള ബോട്ട് സർവീസും കൊല്ലത്തുനിന്ന് പ്ലാവറ പോയിരുന്ന ബോട്ട് സർവീസിലും 2 ബോട്ടിലും പോകുമ്പം 2 രീതിയിലുള്ള വ്യത്യസ്തമായ കാഴ്ചകളായിരിക്കും കാണുന്നത്. ഈ 2 ബോട്ട് യാത്രകളിലും ഏതിൽ പോകുന്നതായിരിക്കും നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് കൊല്ലത്ത് വന്നിട്ട് അധികം സമയമൊന്നും ബോട്ടിങ്ങിന് വേണ്ടി കളയാനില്ല. പെട്ടെന്ന് ഒന്ന് ബോട്ടിൽ കയറി അഷ്ടമുടി കായലൊക്കെ കണ്ട് തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊല്ലം പ്ലാവറ ബോട്ട് സർവീസ് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം നിങ്ങൾ ബസ്സിൽ വരുവാണെന്നുണ്ടെങ്കിൽ കൊല്ലം KSRTC ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് കൊല്ലത്തെ ആ ഒരു ബോട്ട് കെട്ടിയുള്ളത്. ബസ് ഇറങ്ങി നടന്ന് ബോട്ട് കെട്ടിലേക്ക് പോകാൻ പറ്റും. അവിടുന്ന് പ്ലാവറ പോയിട്ട് തിരിച്ച് അതേ കൊല്ലം ബോട്ട് കെട്ടിലേക്ക് തന്നെ വരാൻ പറ്റും. ഏകദേശം 1 മണിക്കൂറോളം ഉള്ളൊരു യാത്രയായിരിക്കും കൊല്ലം പ്ലാവറ ബോട്ട് യാത്ര എന്ന് പറയുന്നത്. കൊല്ലത്ത് വന്നിട്ട് കുറച്ച് കൂടുതൽ സമയം, ഒരു 1.5 മണിക്കൂറിന് മുകളിലൊക്കെ ബോട്ട് യാത്ര ചെയ്യണം. പിന്നെ ഒരു നൈറ്റിലത്തെ ഒരു കാഴ്ച കണ്ട് രാത്രിയിൽ ബോട്ട് യാത്ര ചെയ്യണം. പിന്നെ ഒരു സൺസെറ്റ് വ്യൂ, അതായത് ഇപ്പോഴും നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകൾ കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു അഷ്ടമുടി കൊല്ലം ബോട്ട് സർവീസിൽ തന്നെ കയറി യാത്ര ചെയ്യണം. അപ്പോൾ നിങ്ങൾ ബസ്സിൽ കയറി അഷ്ടമുടി വന്നിട്ട് ഈ ഒരു ബോട്ടിൽ യാത്ര ചെയ്യുന്ന രീതി ഒരു നഷ്ടവുമില്ല. അത്രയ്ക്ക് നല്ല കാഴ്ചകളാണുള്ളത്. ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന കൊല്ലത്തു നിന്നുള്ള പ്ലാവറ ബോട്ട് സർവീസിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ചാനലിൽ തന്നെ ആ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ആ ഒരു സ്ഥലത്ത് പോയി വരുന്ന ബോട്ട് സർവീസിൻ്റെ. അപ്പോൾ അത് കാണണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ആ വീഡിയോയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നോക്കിയാൽ ആ വീഡിയോ കാണാൻ പറ്റും.
സൂര്യാസ്തമയത്തിൻ്റെ ഒരു സമയമാണിത്. സൂര്യാസ്തമിക്കാണ്. ഈ കാണുന്നത് ചീനവലകളാണ്. അഷ്ടമുടി കായലിലെ ഒരു പ്രധാനപ്പെട്ട മത്സ്യബന്ധന രീതിയാണ് ഈ ചീനവലകളുടെ മീൻപിടുത്തം എന്ന് പറയുന്നത്. ഈ ഒരു മത്സ്യബന്ധന രീതിക്ക് ചീനവലകൾ എന്ന് പേര് വരാൻ കാരണം ചൈന ടെക്നോളജി ഉപയോഗിച്ചുള്ള ഒരു നിർമ്മിതിയാണ്ടാണ്. രാത്രി സമയത്ത് ഇരുട്ടത്ത് ലൈറ്റിന്റെ സഹായത്തോടെയാണ് മീൻ പിടിക്കാറുള്ളത്. വളരെ പഴയ കാലത്തൊട്ടേ ഉള്ള ഒരു മീൻപിടുത്ത രീതിയാണ് ചീനവല എന്ന് പറയുന്നത്. ഇവിടൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളത് ഇപ്പോഴുള്ള ചീനവലകളല്ലാതെ ഇനി പുതിയതായിട്ട് ചീനവലകൾ നിർമ്മിക്കാൻ പറ്റില്ല. ഉള്ളത് നമുക്ക് പുതുക്കിയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഈ വീഡിയോ എടുത്തിരിക്കുന്നത് ഒരു ശനിയാഴ്ച ദിവസമാണ്. ശനിയാഴ്ച ചീനവലയിൽ മത്സ്യബന്ധനം കാണില്ല. അതുകൊണ്ട് നമുക്കിന്ന് ചീനവലയിൽ മീൻ പിടിക്കുന്ന കാഴ്ചകൾ കാണാൻ പറ്റില്ല. ശനിയാഴ്ച അല്ലാത്ത ദിവസങ്ങളാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഇരുട്ട് തുടങ്ങുന്ന സമയത്ത് കുറച്ച് സമയം കഴിയുമ്പോൾ ചീനവലയിൽ മീൻ പിടിക്കുന്നത് കാണാൻ പറ്റും. ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്നത് അഷ്ടമുടി കായലിലെ തെക്കുംഭാഗം എന്ന സ്ഥലത്താണ്. ചവറ തെക്കുംഭാഗം എന്നൊരു സ്ഥലത്തേക്കാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ ക്ലബ് മഹേന്ദ്രയുടെ വലിയൊരു റിസോർട്ട് കാണാൻ പറ്റും. ഈ ഒരു ക്ലബ് മഹേന്ദ്ര നിൽക്കുന്ന സ്ഥലത്ത് ആദ്യം മുമ്പുണ്ടായിരുന്നത് അഷ്ടമുടി റിസോർട്ട് എന്ന റിസോർട്ടായിരുന്നു. ആ ഒരു അഷ്ടമുടി റിസോർട്ടിനെ ക്ലബ് മഹേന്ദ്ര വാങ്ങിയിട്ട് വലിയൊരു റിസോർട്ടാക്കി മാറ്റി. ഈ ക്ലബ് മഹേന്ദ്ര റിസോർട്ടിനോട് ചേർന്ന് തന്നെ ഒരു ബോട്ട് ജെട്ടിയുണ്ട്. തോലുകടവ് ബോട്ട് ജെട്ടി എന്ന് പറയുന്ന ബോട്ട് ജെട്ടിയാണ്. ഇപ്പോഴീ പോകുന്ന ബോട്ടിന് അവിടെ സ്റ്റോപ്പ് ഉള്ളതാണ്. അപ്പോഴീ ബോട്ട് ഇവിടുന്ന് ഹോൺ അടിച്ച് നോക്കി അവിടെ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത്. ഉണ്ടെങ്കിൽ കൈ കാണിക്കും. പിന്നെ ഇതിലെ സ്റ്റാഫൊക്കെ ആ ഒരു ബോട്ട് ജെട്ടിയിലേക്ക് നോക്കിയപ്പം അവിടുന്ന് ആരുമില്ല. അതുകൊണ്ട് അങ്ങോട്ട് പോകാതെ നേരെ കൊല്ലത്തേക്ക് തന്നെ ബോട്ട് പോവാണ്. ഈ വീഡിയോയുടെ തുടക്കത്തിൽ കണ്ട ഒരു സി അഷ്ടമുടിയുടെ ബോട്ടാണ് ഈ പോകുന്നത്. വൈകുന്നേര സമയത്ത് എല്ലാ ദിവസവും ഈ ബോട്ട് സർവീസ് ഇല്ല. ഇതിപ്പോൾ സ്പെഷ്യൽ ട്രിപ്പായിട്ട് പോവാണ്. സാധാരണയായിട്ട് രാവിലെ 11:30 തൊട്ടാണ് കൊല്ലം ബോട്ട് ആയിട്ട് ഈ ബോട്ട് സർവീസ് നടത്തുന്നത്. സി അഷ്ടമുടിയുടെ ബോട്ട് യാത്രയ്ക്കായിട്ട് നമ്മൾ ടിക്കറ്റൊക്കെ നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്യണം. അപ്പോൾ ടിക്കറ്റ് ചാർജിനെ പറ്റി, ടിക്കറ്റ് എങ്ങനെ ബുക്ക് ചെയ്യാമെന്നുള്ളതും ബോട്ടിൽ യാത്ര ചെയ്യുമ്പോഴുള്ള ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളും എല്ലാ ഡീറ്റെയിൽസും ഉള്ള ഒരു വീഡിയോ നമ്മുടെ ഈ ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാനായിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കമൻറ്റ് ബോക്സിലോ നോക്കിയാൽ അതിൻ്റെ ലിങ്ക് കാണാൻ പറ്റും. അല്ലെങ്കിൽ യൂട്യൂബിൽ തന്നെ സി അഷ്ടമുടി സ്പേസ് ഐ എം ഷാഡോ ട്രാവലറിന് ഈ ചാനലിൻ്റെ പേരൊന്ന് സെർച്ച് ചെയ്താൽ നമ്മുടെ ചെയ്തിരിക്കുന്ന വീഡിയോ കാണാൻ പറ്റും. ഇപ്പോഴീ ബോട്ടിൽ നോക്കിയാൽ കാണാൻ പറ്റും അധികം യാത്രക്കാരൊന്നുമില്ല. അധികം യാത്രക്കാരേ ഇല്ല. അപ്പോൾ നിങ്ങൾ ഒരു ടീമായിട്ടൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ പേര് വന്നാലും ഇരുന്ന് പോകാനുള്ള സൗകര്യവും സീറ്റിംഗ് കപ്പാസിറ്റിയൊക്കെ ഉണ്ട് ഈ ബോട്ടിന്. ഈ കാണുന്നത് സാമ്പ്രാണിക്കോടി ബോട്ട് ജെട്ടിയാണ്. ഇവിടെ നിന്നാണ് നമ്മുടെ ഒരു സാമ്പ്രാണിക്കോടി ഐലൻഡിലേക്കൊക്കെ പോകുന്ന ഒരു ടെർമിനലുള്ളത്. സാമ്പ്രാണിക്കോടി ഐലൻഡിൽ നിങ്ങൾ പോയിട്ടില്ലെങ്കിൽ പോയി കാണുന്ന ഒരു കിടിലൻ സ്ഥലമാണ്. അപ്പോൾ ആ ഒരു സ്ഥലത്തെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഈ യൂട്യൂബ് ചാനൽ നോക്കിയാൽ സാമ്പ്രാണിക്കോടിയുടെ ഫുൾ ഡീറ്റെയിൽസ് ഉള്ള വീഡിയോ കാണാൻ പറ്റും. കൊല്ലം ബൈപ്പാസ് റോഡിൻ്റെ ആ ഒരു പാലമാണ് ഈ കാണുന്നത്. ആ പാലത്തിന് താഴെ കൂടെയാണ് നമ്മുടെ ബോട്ട് ഇപ്പോഴും പോകുന്നത്. നിങ്ങളിപ്പോഴീ കാണുന്ന യൂട്യൂബ് ചാനലിൽ കൂടുതലായിട്ടും ട്രാവൽ വ്ളോഗുകളായിരിക്കും വരുന്നത്. നിങ്ങൾ യാത്രകളൊക്കെ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ, യാത്രാ വ്ളോഗുകളൊക്കെ കാണുന്നവരാണെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുവാണെങ്കിൽ ഞങ്ങളിടുന്ന ട്രാവൽ വ്ളോഗുകളൊക്കെ അപ്പോഴപ്പോഴും നിങ്ങൾക്ക് കാണാൻ പറ്റും.
ഇതൊരു ചീനവലയിൽ മീൻ പിടിക്കുന്നതാണ്. സാധാരണ ശനിയാഴ്ചകളിൽ മീൻ പിടുത്തമുള്ളതല്ല. പക്ഷെ ചിലരൊക്കെ ഇങ്ങനെ റെയറായിട്ടാണ് ശനിയാഴ്ചകളിൽ മത്സ്യബന്ധനം നടത്താറുള്ളത്. കൊല്ലം ഹൈസ്കൂൾ ജംഗ്ഷൻ്റെ അടുത്തുനിന്ന് അഞ്ചാലുമൂട് പോകുന്ന വഴിക്കുള്ള കടവൂരെത്തുന്നതിന് മുമ്പുള്ള ഒരു പാലമാണിത്, തേവള്ളി പാലം. അഞ്ച് 55 കഴിഞ്ഞിട്ട് അഷ്ടമുടിയിൽ നിന്ന് എടുത്ത നമ്മുടെ കൊല്ലത്തേക്കുള്ള ബോട്ട് ഏകദേശം 7:30 കഴിഞ്ഞപ്പോൾ കൊല്ലം ബോട്ട് ജെട്ടിയിലെത്തിയിട്ടുണ്ട്. 7:30 നമ്മൾ വന്ന ഈ ഒരു അഷ്ടമുടി എന്നുള്ള ബോട്ട് കൊല്ലം ബോട്ട് ജെട്ടിയിലെത്തിയപ്പോൾ സി അഷ്ടമുടിയുടെ സ്പെഷ്യൽ ബോട്ട് സർവീസും എത്തിയിട്ടുണ്ട്. ഈ ഒരു സി അഷ്ടമുടിയുടെ ബോട്ട് ട്രിപ്പ് നിങ്ങൾ ഫ്രണ്ട്സായിട്ടായാലും ഫാമിലി ആയിട്ടായാലും എങ്ങനെ വന്നാലും അടിച്ചുപൊളിച്ച് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ട്രിപ്പ് തന്നെയായിരിക്കും. പാട്ടും ഡാൻസും പിന്നെ അടിപൊളി ഒരു വൈബ് തന്നെയാണ് ഈ ഒരു സി അഷ്ടമുടി എന്ന് പറയുന്ന ബോട്ട്. അപ്പോൾ ഇതിന് ഡീറ്റെയിൽസ് അറിയാനായിട്ട് നിങ്ങൾ ഈ ചാനലിലെ വീഡിയോ കയറി നോക്കിയാൽ മതി.